സോ നോർമലായിട്ടുള്ളൊരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണിലൊക്കെ നമ്മൾ നോർമലി എന്ത് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ് കാണാറ്. നോർമലായിട്ടുള്ളൊരു ഡിസൈനും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡൊക്കെ ആയിരിക്കും വരാറ്. പക്ഷേ പോക്കോയുടെ C61 അങ്ങനെയല്ല. നമുക്കൊരു പ്രീമിയം ആയിട്ടുള്ളൊരു ഗ്ലാസ് ബിൽഡും പ്രീമിയം ആയിട്ടുള്ളൊരു ഡിസൈനുമാണ് പോക്കോ അവരുടെ ആ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്, പ്രൈസും ഡീറ്റെയിൽസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒറ്റ വീഡിയോ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം പ്രൈസ് പറഞ്ഞാൽ നമുക്ക് ഓരോരോ കാര്യം പറയുമ്പോൾ ഈ ഒരു പ്രൈസായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം പ്രൈസ് പറയാൻ നമുക്ക് 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 4GB 64GB വേരിയൻറ്റ്. ഇതിൻ്റെ ലോഞ്ചിങ് പ്രൈസ് എന്ന് പറയുന്നത് 6,999 ആണ്. നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 7,499 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഹയർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 6GB 128GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ലോഞ്ചിങ് പ്രൈസ് എന്ന് പറയുന്നത് 7,499 നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,499 ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് നമുക്ക് എക്സ്ട്രാ റാമും സ്റ്റോറേജൊക്കെ തന്നെ ഹയർ വേരിയൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഹയർ വേരിയൻറ്റ് എടുക്കുന്നതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പക്ഷേ നോർമൽ ഒരു എൻട്രി ലെവൽ ഫോണിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ബേസ് മോഡൽ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ എടുക്കുകയാണെങ്കിൽ ഹയർ വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. ദെൻ നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റിലേക്ക് വരാം. ബിൽഡ് ആൻഡ് ഡിസൈൻ. ഗ്ലാസ് ബിൽഡാണ് കൊടുത്തിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസ് തീരെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ബാക്ക് ഫ്രണ്ടിലാണ് പ്രൊട്ടക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ഇതുവരെ കണ്ടതിൽ റിയൽമി ഫോൺസിലൊക്കെ കണ്ടുവന്ന ആ ഒരു സെൻട്രൽ അലൈൻ ആയിട്ടുള്ള സർക്കിൾ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് ഇതിലും കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതായത് പ്രീമിയം ആയിട്ടുള്ള ഡിസൈൻ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 7,000 രൂപ റേഞ്ചിൽ 20,000 രൂപയുടെ റിയൽമി ഫോണിൽ പോലും ഗ്ലാസ് ബിൽഡ് വരുന്നില്ല. പക്ഷേ ആ സമയത്താണ് 7,000 രൂപയുടെ ഫോണിൽ റിയൽമി അല്ല കേട്ടോ, പോക്കോ ഫോണിലൊരു ഗ്ലാസ് ബിൽഡ് വരുന്നില്ല. ആ സമയത്താണ് 7,000 രൂപയുടെ ഫോണിൽ പോക്കോ ഗ്ലാസ് ബിൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ ഇപ്രാവശ്യം ഈ ഒരു റേഞ്ചിൽ, കാരണം വേറൊരു ഫോണും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രക്കും നല്ല ഡിസൈനും ബിൽഡും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 7,000 രൂപയ്ക്ക് എന്ന് ഓർക്കണം, 10,000 രൂപക്കൊക്കെ നമുക്ക് ഗ്ലാസ് ബിൽഡുള്ള ഫോൺ വരുന്നുണ്ട്. പക്ഷേ 7,000 രൂപയ്ക്ക് നമുക്ക് വരുന്നില്ല. അപ്പം നല്ല പ്രീമിയം, അതായത് ഗ്ലാസ് ബിൽഡ് മാത്രമല്ല, കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല ലുക്കുള്ള ഫോൺ തന്നെയാണ്. അതിൽ നിന്ന് യാതൊരു ഇഷ്യൂസും ഇല്ല. ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പും ഒരു ഫ്ലാഷും ആ ഒരു സർക്കിളിൽ കൊടുത്തിട്ടുണ്ട്. 3 കളറായിട്ടാണ് വരുന്നത്. ഒന്ന് ബ്ലാക്ക്, ബ്ലൂ, ഗ്രീനും വരുന്നുണ്ട്. 199 ഗ്രാം, അതായത് 200 ഗ്രാമിൻ്റെ അടുത്തായിട്ടാണ് വെയിറ്റ് വരുന്നത്. കാരണം ഗ്ലാസ് ബിൽഡും അത്യാവശ്യം ക്വാളിറ്റിയിലെ ബിൽഡ് ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബൾക്കായിട്ടുള്ള ഫോണാണ്. ബൾക്ക് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വെയിറ്റുള്ള ഫോൺ തന്നെയാണ്. നോർമലി ഈ ഒരു റേഞ്ചിലെ ഫോണൊക്കെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഫോൺ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നീട് ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് നോച്ച് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പഞ്ച് ഹോളൊന്നും വരുന്നില്ല, നമുക്ക് അതേ വേണ്ടു. ഇനി പഞ്ച് ഹോളും കൂടി ഈ ഒരു റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലിൽ തന്നെ പറയാൻ വേണ്ടി പെടുന്നതായിരിക്കും. പക്ഷേ നോച്ചാണ്, സോ ഇഷ്യൂസ് ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ വലിയ ഡിസ്പ്ലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ 6.71 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്ത് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. 500 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ വലിയൊരു ഡിസ്പ്ലേയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോച്ചാണ് സെൽഫി ക്യാമറ വരുന്നത്. അപ്പോൾ നല്ലൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. നോർമലായിട്ട് ഡിസ്പ്ലേ ആണ്, പക്ഷേ ഹൈ റിഫ്രഷ് റേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു യൂസൊന്നും ഉണ്ടാവില്ല, കാരണം ഇതിലൊരു നോർമൽ യൂസിനാണല്ലോ ഫോൺ വാങ്ങുന്നത്. പക്ഷേ ഉണ്ട്, നല്ല കാര്യം തന്നെയാണ്. ദെൻ ക്യാമറ 8 MB ആണ് പ്രൈമറി ക്യാമറ. പിന്നെ ഒരു ഓക്സിലറി ലെൻസും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫിയിലേക്ക് വന്നാൽ നമുക്ക് 5 MB സെൽഫി ക്യാമറ ആണ് പ്രൊവൈഡ് ഉള്ളത്. ക്യാമറ ഒക്കെ തന്നെ ബേസിക് ആയിരിക്കും, കാരണം ഈ റേഞ്ചിൽ ഫോൺ എടുക്കുന്നവരെന്തായാലും ക്യാമറ നോക്കിയിരുന്ന് ആരും എടുക്കില്ല. അല്ലെങ്കിൽ ബെസ്റ്റ് ക്യാമറ വേണം ഈ പ്രൈസ് റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ ആരും ഫോൺ എടുക്കില്ല. കാരണം ഒരു നോർമലായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു ക്വാളിറ്റിയുള്ള ക്യാമറ മാത്രം ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണിന് മതി, അത്രയേ വേണ്ടു. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം നോർമലായിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ഫോട്ടോസൊക്കെ തന്നെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. വീഡിയോസൊക്കെ പിന്നെ ഷോക്കായിരിക്കും, എന്തായാലും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും എന്തായാലും കിട്ടുന്നത്, കാരണം അത്രയേ ഉള്ളൂ ക്യാമറ. നോർമലാണ്, ബേസിക്കാണ്. ഫീച്ചേഴ്സും അങ്ങനെ ആയിരിക്കും, ബേസിക്കായുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഇൻ്റർഫേസിലൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ദെൻ പെർഫോമൻസ്, മീഡിയാടെക്കിൻ്റെ ഹീലോ G36 എന്ന് പറയുന്ന പ്രോസറാണ് കൂടുതൽ. അത്യാവശ്യം പഴയ ഒരു ചിപ്സെറ്റാണ്. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ, നേരത്തെ ക്യാമറ പറഞ്ഞതുപോലെ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ആരും ഈ റേഞ്ചിൽ നോക്കില്ല. കാരണം ഇതൊരു ബേസിക് ആയിട്ടുള്ള ഫോണാണ്. അപ്പം ബേസിക് യൂസിന് പറ്റിയൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. നോർമൽ യൂസിനൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് ഫോൺ വർക്കാവുന്നതായിരിക്കും. യാതൊരു വിധത്തിലുള്ള വലിയ രീതിയിലുള്ള ബഗ്ഗോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. സോ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രോസസ്സർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന Android 14 ആണ്.
സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള UI ആൻഡ്രോയിഡ് വരുന്നുണ്ട്, OS വരുന്നുണ്ട്. അപ്പോൾ അതും 13 പ്രൊവൈഡ് ചെയ്തില്ല, 14 തന്നെ വരുന്നുണ്ട്. ദെൻ ബാറ്ററി 5000 mAh ബാറ്ററിയും 10 വാട്ട് ചാർജറും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. നല്ല ബാറ്ററി വരുന്നുണ്ട്, നോർമൽ ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും അതിന് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷേ നോർമൽ ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈനും ബിൽഡുമാണ്. ആ റേഞ്ചിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രക്കും നല്ല ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയുള്ള ഫോൺ വേറെയില്ല ഇപ്പം. അപ്പോൾ നിങ്ങൾ ഈ റേഞ്ചിലൊക്കെ തന്നെ അത്യാവശ്യം ഈ റേഞ്ചിലുള്ള ഫോൺസിലെല്ലാം ബേസിക് ആയിട്ട് സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ ഈ ഫോണിലുണ്ട്. അതായത് നല്ല വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട്, നോർമൽ ക്യാമറയാണ്, നോർമൽ പെർഫോമൻസും ബാറ്ററിയും എല്ലാം വരുന്നുണ്ട്. അപ്പം ഒരു നോർമലായിട്ടുള്ള ഒരു യൂസിന് നിങ്ങൾ ഈ റേഞ്ചിൽ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക്കേഷൻസൊക്കെ തന്നെ ബേസിക് ആണ്. ബാക്കിയുള്ള ഫോണിലുള്ള ആ സ്പെസിഫിക്കേഷനൊക്കെ തന്നെ ഇതിലും കിട്ടുന്നുണ്ട്. പക്ഷേ അത് കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും വരുന്നുണ്ട്. അപ്പം എടുക്കുകയാണെങ്കിൽ ഈ റേഞ്ചിൽ പോക്കോ C61 എടുക്കുകയാണെങ്കിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. കാരണം എടുത്തു കഴിഞ്ഞാൽ ഇത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണെന്ന് ആരും പറയില്ല. കാരണം അത്രക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡിസൈനും ബിൽഡും കൊടുത്തിട്ടുണ്ട്. ആരെ കഴിയുമ്പോൾ ഈ ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ ഒരു പ്രൈസിലെ ഫോണാണെന്ന് ആർക്കും ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമൊന്നുമില്ല. അപ്പോൾ അത്രക്കും നല്ലൊരു ഫോൺ തന്നെയാണ് പോക്കോയുടെ C61 എന്ന ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കാനോ നിങ്ങൾക്കൊരു സെക്കൻഡറി ഫോണൊക്കെ ആയിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പോക്കോയിലേക്ക് പോകുന്നത് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.